നമ്മുടെ വീടിൻ്റെ ഹൃദയഭാഗമാണല്ലേ കിച്ചൺ. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് ഒരു വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് പലർക്കും കിച്ചൺ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം നമ്മൾക്ക് പല പല മീഡിയാസ് ഉണ്ട്. അതിൽ നമ്മൾ കിച്ചൺ ഹെൽത്തി ആയിട്ട് വെക്കാം, കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നൊരു വീഡിയോസ് ഇടുമ്പം നമ്മളത് നോക്കും, അല്ലെങ്കിൽ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കിച്ചൺ ക്ലീനിങ് എളുപ്പമാക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിപ്സാണ്. അപ്പോൾ നിങ്ങളിത് ദിവസവും ട്രൈ ചെയ്ത് നോക്കുക. നല്ലപോലെ ഫലം കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാചകം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്സ് ക്ലീൻ ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഉടനെ തന്നെ നമ്മൾ തുടയ്ക്കുമ്പോൾ നമ്മുടെ അഴുക്കെല്ലാം പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ബർഡനായിട്ട് മാറും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സിങ്ക് രാത്രി നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിങ്ക് എപ്പോഴും നമ്മൾ കഴുകി സൂക്ഷിക്കുക. അങ്ങനെ കഴുകിയിടുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഇപ്പോൾ കുക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കഴിച്ച പാത്രം കഴുകി വെക്കുന്ന സമയത്താണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ മനസ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ സന്തോഷം നൽകും ഇതിങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെല്ലാവരും വീട്ടമ്മമാരാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഞാൻ പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. സോ നിങ്ങൾ ഈ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. നമ്മുടെ കൗണ്ടർ ടോപ്സ് ദിവസവും നമ്മൾ തുടയ്ക്കുക. അതായത് നമുക്ക് 1 മിനിറ്റ് മതി ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. നമ്മളിപ്പം നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളതങ്ങ് ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മളപ്പോൾ ഓരോ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളത് ട്രൈ ചെയ്യുക. നമ്മുടെ കിച്ചണിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടും മാറ്റുന്നതാണ് നമ്മുടെ കൗണ്ടർ ടോപ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നമ്മൾ ദിവസവും നമ്മൾ വൃത്തിയാക്കുക. അതായത് നമ്മളിപ്പം നമുക്കറിയാം നമ്മൾ എണ്ണയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഇപ്പം മീനൊക്കെ വറുക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഭിത്തിയിലോട്ട് തെറിക്കും. ചിലർക്കാണെങ്കിൽ മേളിലിങ്ങനെ ഉണ്ടാകും, പക്ഷേ അതിലൂടെ പോകുന്നുണ്ടാകും, എന്നാലും നമ്മുടെ വാൾസിലൊക്കെ തെറിക്കും. അപ്പം അങ്ങനെ തെറിക്കുന്നതെല്ലാം അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം മഴക്കാലമൊക്കെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഭിത്തിയിലിരിക്കുന്ന എണ്ണമയം എല്ലാം കൂടി ഇരുന്നിട്ട് പിന്നെ പൂപ്പൽ പിടിക്കാനൊക്കെ അത് ഭയങ്കരമായിട്ട് പ്രശ്നമാകും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്പം തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റുക. അതായത് എണ്ണ മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും അങ്ങനെയെല്ലാം കെട്ടി നിൽക്കുന്നുണ്ടാവും. അതായത് ഇപ്പം നമ്മളിപ്പോൾ സവോളയൊക്കെ ഇങ്ങനെ വഴറ്റുന്നതിൻ്റെ ഇടയിൽ സവോള ചിലപ്പോൾ തെറിച്ച് പോകാം. അതിപ്പോൾ ഏത് പച്ചക്കറി ആയാലും അങ്ങനെ തന്നെ വീഴുന്നത് അപ്പം തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ വിമ്മിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പോഞ്ച് നമ്മൾ വർഷങ്ങളോളം ഇങ്ങനെ ഉപയോഗിക്കാതെ അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് അത് അങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു തരിതരിപ്പ് പോലെ ഉണ്ട്. അത് മാറിക്കഴിയുമ്പം അത് നമ്മൾ ആഴ്ചയിൽ മാറാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പം പഴയ സ്പോഞ്ചാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബാക്ടീരിയ ഒക്കെ വളരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പം ക്ലീൻ ചെയ്യുമ്പോഴും ഈ ബാക്ടീരിയ ഉള്ളതെല്ലാം കൊണ്ട് നമ്മുടെ പ്ലേറ്റിനകത്തും അല്ലെങ്കിൽ പാത്രത്തിനകത്തും എല്ലാം അടിഞ്ഞുകൂടിയിരിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ നമുക്ക് രോഗങ്ങൾ വരും. അപ്പം നമ്മൾ ആ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് മാറ്റുക. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്കറിയാം, നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഇപ്പം കുറച്ച് സാധനങ്ങൾ പച്ചക്കറികൾ മേടിച്ച് വെച്ചു, ഒരാഴ്ചയ്ക്കുള്ള പച്ചക്കറികൾ മേടിച്ച് വെച്ചു. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് അത് മുറിച്ച് നമ്മൾ ഇന്ന ഒരു കാര്യത്തിനെടുത്തു, അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നമ്മളത് മറന്നു പോകും അല്ലേ, അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകും. അതായത് പിന്നീട് നമ്മൾ ആഴ്ച സാധനം മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും അടിയിലിരിക്കുന്ന സാധനങ്ങൾ അടിയിലിരിക്കുന്ന പച്ചക്കറികളൊക്കെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിവതും നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെക്ക് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുക.
ഫ്രിഡ്ജ് അങ്ങനെ, അതായത് കാലാവധി കഴിഞ്ഞ പച്ചക്കറികൾ, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നീക്കം ചെയ്ത് മാറ്റുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലാണ് കയറ്റി വെക്കുന്നതെങ്കിൽ അതിനൊക്കെ നമ്മൾ ലേബൽ ചെയ്യുക. എപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പം അതുപോലെ തന്നെ നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന സാധനത്തിനാണെങ്കിൽ നമ്മൾ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പൊടികൾ, ഇപ്പോൾ അരിപ്പൊടിയാണെങ്കിലും എന്തെങ്കിലും പൊടികൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞു, എക്സ്പയറി എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഫ്രിഡ്ജ് കയറ്റി വെക്കുമ്പോഴും മാക്സിമം നമ്മളതിനെ ലേബൽ ചെയ്ത് എന്നാണ് അല്ലെ എന്ത് സാധനമാണെന്നുള്ളത്. ഇപ്പം നമ്മളല്ല വേറെ ആരെങ്കിലുമാണ് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ലേബൽ ചെയ്ത് വെക്കുക എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതായത് എളുപ്പമായിരിക്കും കാര്യങ്ങൾ. നമ്മളെല്ലാവരും നമ്മുടെ കിച്ചണിൽ ഒരു ടവൽ യൂസ് ചെയ്യുന്നുണ്ടാവും, കിച്ചൺ ടവൽ. അപ്പം ആ കിച്ചൺ ടവൽ നമ്മളെല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് തിരുമ്മി ഇച്ചിരി സോപ്പിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെന്താണ് യൂസ് ചെയ്യുന്നത് ഡിറ്റർജൻറ്റ് ഇട്ട് നമുക്കത് നല്ലപോലെ കഴുകി പിഴിഞ്ഞ് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ തന്നെ നമുക്കൊന്ന് വിരിച്ചിടാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അത് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പം ആ ടവൽ നിങ്ങൾ ദിവസവും അങ്ങനെ രാത്രിയിൽ കഴുകുക. കാരണം അത് ഇപ്പം മാക്സിമം എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സിങ്കൊക്കെ കഴുകും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ടവൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ട് അങ്ങോട്ടിടും. അപ്പം അതിനകത്ത് ഒത്തിരി ബാക്ടീരിയാസ് വളരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഫുഡ് വേസ്റ്റും കൂടെ ഉള്ളത് കൊണ്ട് ബാക്ടീരിയാസ് വളരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം നിങ്ങളിപ്പം നമുക്കറിയാം കിച്ചണിൻ്റെ തന്നെയുള്ള ടവൽസ് കിട്ടും. അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, അതാണ് ഭയങ്കര ഹെൽപ്ഫുള്ള്. ഇപ്പം മോഡേൺ കിച്ചൺസിലൊക്കെ ആൾക്കാർ അതാണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ ടവൽസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഡെയിലി വാഷ് ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം, നിങ്ങൾ മൈക്രോവേവ് ഓവൻസൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, ഓവൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ആഴ്ചയിൽ അത് ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യുക. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുവാണെന്നെങ്കിൽ ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ബിസി സ്കെഡ്യൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്ന് തീർച്ചയായിട്ടും അത് ക്ലീൻ ചെയ്യുക. കാരണം ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അത് കറികളുടെ എന്തെങ്കിലും നമ്മൾ ചൂടാക്കാനായിട്ട് യൂസ് വെച്ചതായിരിക്കാം, പക്ഷേ അതിൽ ഒരുപാട് കറികളുടെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകും. സോ അപ്പോൾ നമ്മൾ മാക്സിമം മൈക്രോവേവ് ഓവൻസ് യൂസ് ചെയ്യുന്നവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പാചകം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഏരിയ നമ്മൾ വൃത്തിയാക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ തിരിച്ചു വെക്കുക. നമ്മളിപ്പം പൗഡേഴ്സ്, അതായത് പൊടികൾ നമ്മളിടാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പൊടികളിടാൻ ഉപയോഗിക്കുമ്പം അത് എടുത്തെടുത്ത് തന്നെ വെക്കുക. അതാകുമ്പോൾ പിന്നീട് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സമയം കണ്ടെത്തി അത് ക്ലീൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല നമുക്ക്. അതുപോലെ തന്നെ പൊടികൾ എടുക്കുന്ന സമയത്ത് അവിടെയെല്ലാം വീഴുവാണെങ്കിൽ അപ്പം തന്നെ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് തുടച്ച് കളയുക. നെക്സ്റ്റ്, നമ്മൾ ഡ്രോയേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവർ, അതായത് നമ്മൾക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ കിച്ചണിലുണ്ട് നമ്മുടെ സിങ്കിൻ്റെ താഴെ തന്നെയായിട്ട് നമ്മൾ ഓരോ ഡ്രോയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡ്രോയേഴ്സ് നമ്മൾ മാക്സിമം അതിനകത്ത് ഈർപ്പം നിലനിൽക്കാതെ നമ്മൾ ഒരു ദിവസം ഒരു 10-20 മിനിറ്റ് നേരം അതൊന്ന് തുറന്നിടുക. അല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കരമായിട്ടൊരു പൂപ്പലുമണമായിരിക്കും. നമ്മൾ ഉണങ്ങിയിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളാണെങ്കിൽ കൂടെ നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്മെല്ല് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് തോന്നാറുണ്ട്. അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 15-20 മിനിറ്റ് നേരത്തേക്ക് എല്ലാ ഡോയേഴ്സും ഒന്ന് തുറന്നിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഡ്രോയറിനകത്ത് നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം സൂക്ഷിച്ച് വെക്കുക. അതുപോലെ ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്ത് വെക്കുക. പഴകിയ സാധനങ്ങളൊന്നും അതിലേക്ക് വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഒരു കാര്യം, നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മൾ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. നമുക്ക് സാധാരണ ക്ലീനിങ് നമുക്ക് എത്താത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് മിക്കവാറും സൺഡേസിലായിരിക്കാം. ജോലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സൺഡേസിലാണ് കൂടുതലും ഈ ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് നമുക്കൊരു
ടൈം കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ഈ ഒരു ക്ലീനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാതെ അവരെയും കൂടെ ജോയിൻ ചെയ്ത് ക്ലീൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് നമ്മുടെ ജോലി കുറയും. കാരണം എല്ലാവരും കൂടെ കൂടി ചെയ്യുമ്പം അതൊരു രസമാണ് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയുന്ന മോഡേൺ കിച്ചണിൽ നമ്മൾ അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേളിലായിട്ട് നമ്മളൊരു എക്സ്ഹോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ്ഹോസ്റ്റിൽ നമ്മൾ എണ്ണമയം എല്ലാം ഇങ്ങനെ കൂടിക്കിടക്കും. അപ്പം അതെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഇല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴാണെങ്കിലും അത് ക്ലീൻ ചെയ്യുക. പിന്നെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം നമ്മുടെ സിങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പാത്രം കഴുകുന്നതല്ലേ, അപ്പം അത് പോകുന്ന ആ ഒരു ഡ്രെയിൻ ഉണ്ടാകും, അത് നമ്മൾ ക്ലീൻ ചെയ്യുക. ഒന്നുകിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിക്കാം. അപ്പം ഈ 2 രീതിയിൽ ബ്ലോക്ക് വരാതെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സിങ്കിൻ്റെ ഡ്രെയിന്. നമ്മുടെ ഉപയോഗിച്ച പാത്രങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ കിച്ചണിൽ നമ്മൾ അടുക്കി വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും എന്തായിരിക്കും നമ്മുടെ കിച്ചൺ നമുക്കൊരു വൃത്തികെട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലേ. അതുപോലെ നമ്മളിപ്പം നമ്മൾ അടുക്കളയിലേക്ക് കയറി വന്ന് നമുക്കിപ്പോൾ കുക്കിംഗ് ചെയ്യണം. ഒരു തവണ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാത്രങ്ങൾ കഴുകാതെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അങ്ങോട്ട് കയറാനായിട്ട് തോന്നത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ വരുമ്പോഴത്തേക്കും ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു കിച്ചൺ ആർക്കും തന്നെ ഇഷ്ടപ്പെടത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ അപ്പം നല്ല രീതിയിൽ അടുക്കി പെറുക്കി വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെല്ലാം ശ്രദ്ധിക്കുക. ദിവസം ഒരു 10 മിനിറ്റ് നേരം, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ആരായാലും നമ്മൾ ദിവസം ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നമ്മുടെ കിച്ചണിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു 10 മിനിറ്റ് നേരം ദിവസവും കണ്ടെത്തുക. കാരണം അത് ഭയങ്കര ചെറിയൊരു സമയമാണ്. അതുപോലെ കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണല്ലേ. അപ്പം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മളെല്ലാവരും വീട്ടമ്മമാരല്ലേ. അപ്പം നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പകൾ ടിന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളതൊക്കെ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കാം, ഫുഡ് കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കും. പിന്നീട് 2-3 തവണ ഫുഡ് മേടിക്കും. ഇതുപോലെ തന്നെ ആയിട്ട് അതങ്ങനെ അവിടെ ഇരുന്ന് പോവും. അപ്പം അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നതായിരിക്കാം അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം അതെല്ലാം നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്ന പാത്രങ്ങളാണ്. അപ്പം പാത്രങ്ങളായാലും എന്ത് സാധനങ്ങളായാലും ഉപയോഗശൂന്യമായിട്ടിരിക്കുന്നത് കഴിവതും നമ്മുടെ കിച്ചണിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചൺ കുറച്ചും കൂടി നീറ്റായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ സ്പേസ് കൂടുതൽ കിട്ടും. പിന്നെ നമുക്ക് കിച്ചൺ ക്ലീനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പം ഏത് രീതിയിലാണ് ഇപ്പം നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് ചോറ് താഴെ വീണാൽ, അല്ലെങ്കിൽ പൊടികൾ എടുക്കുന്ന സമയത്ത് പൊടികൾ വീണാൽ, എന്ത് തന്നെ വീണാലും പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും എന്ത് തന്നെ വീണതായാലും ആ വീഴുന്നത് തെറിച്ച് പോകുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതപ്പം തന്നെ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ തുടയ്ക്കേണ്ടതാണെങ്കിൽ തുടച്ച് മാറ്റുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറ പിടിക്കാതെ ഇരിക്കും. പിന്നീട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഓരോന്നും അതത് സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ പൊടികളാണെങ്കിലും, അതായത് നമ്മൾ ഓരോന്നും ലേബൽ ചെയ്ത് ഇന്ന കണ്ടെയ്നേഴ്സിലാക്കി മാറ്റി വെക്കുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ്, ഉപയോഗിക്കാൻ എളുപ്പമാണ്. മറ്റുള്ളവർക്ക് കാണുന്നവർക്കും അത് ഭയങ്കര നമ്മുടെ കിച്ചൺ കാണുമ്പോൾ തന്നെ നല്ല ഒരു രസമായിട്ട് ഫീൽ ചെയ്യും. അപ്പം കിച്ചൺ ക്ലീനിങ്ങിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഹാക്കാണ് ഇത്. ട്രൈ ചെയ്യുക. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഷെൽഫുകൾ കിച്ചണിനകത്ത് വരുന്ന ചിലവരുടേത് കിച്ചണിനകത്ത് തന്നെയായിരിക്കാം നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. ചിലർക്കല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അടിക്കുന്നത്. പക്ഷെ നമ്മുടെ കിച്ചണിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ആരെങ്കിലും വന്ന് വെള്ളം ചോദിക്കുന്നു, അപ്പം അൺഎക്സ്പെക്റ്റഡായിട്ട് ആരെങ്കിലും വന്ന് നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുന്നതാലും ചിലപ്പോൾ അവർ അതിനകത്ത് നിന്നൊന്നും വെള്ളം പോലും കുടിക്കാതെ പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ഒരു ക്ലീനിങ് ടിപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പച്ചക്കറികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മളത് ശരിയായ രീതിയിൽ കണ്ടെയ്നേഴ്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെക്കേണ്ട ഐറ്റംസ് ആണെങ്കിൽ വെക്കുക, അല്ലാതെ വെക്കണ്ടാത്ത ഉണ്ടല്ലോ നമ്മുടെ പൊട്ടറ്റോസ്, അതുപോലെ ചുവന്നുള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അല്ലാതെയുള്ള ഡ്രോയേഴ്സിൽ സൂക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു 15-20 മിനിറ്റ് ഓരോ ദിവസവും നമ്മളതിൻ്റെ എയർ സർക്കുലേഷൻ വരാനായിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കുക. അപ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ നമ്മുടെ വെളുത്തുള്ളി ആയാലും ചുവന്നുള്ളി ആയാലും ചീഞ്ഞ് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചീഞ്ഞ് പോയതുകൊണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് എടുത്തും കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒന്നാണ് നമ്മുടെ ഡിഷ് റാക്കേഴ്സൊക്കെ അതെല്ലാം വൃത്തിയാക്കി വയ്ക്കുക. അവിടെ വെള്ളം കയറി നമുക്ക് ഭയങ്കരമായിട്ട് അഴുക്കെല്ലാം അടിഞ്ഞു കൂടിയിരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഷ് റാക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതും പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്യില്ലാത്തവർ ആഴ്ച ഒരിക്കൽ എങ്കിലും മസ്റ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കുക. നമ്മുടെ കിച്ചണകത്ത് വരുന്ന വേറൊരു ഐറ്റമാണ് നമ്മുടെ കിച്ചണകത്തുള്ള ലൈറ്റുകളും സ്വിച്ച് ബോർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പം അതെല്ലാം പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതും നല്ല രീതിയിൽ തുടയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സഹായം ഉറപ്പായിട്ടും, അതായത് കുടുംബ അംഗങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്നിരുന്ന് അവർക്കും ജോലിയുള്ളവരായിരിക്കാം, അവരുടെ 5-10 മിനിറ്റ് നേരം നമുക്ക് വേണ്ടിയിട്ടും കൂടെ അതായത് സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ മാത്രം അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ട ആളല്ല. ഇന്ന് നമുക്കറിയാം എല്ലാവരും തന്നെ ജോയിൻ ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അവരെ എല്ലാവരെയും കൂടെ ജോയിൻ ചെയ്ത് ഒരു കൂട്ടായ ഒരു സംരംഭം, അതാണ് നമുക്ക് ആവശ്യം. അപ്പം കൂട്ടായി നിന്നാലേ ഉള്ളൂ എല്ലാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഒരാൾ ഒറ്റയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തി കൂട്ടായ രീതിയിൽ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മുടെ കിച്ചൺ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്തം അങ്ങനെയൊന്നുമല്ല. ചെറിയ ശീലങ്ങൾ മാത്രം മതി. നമ്മൾ ദിവസവും ഒരു 10-15 മിനിറ്റ് നേരം മാറ്റി വെച്ചാൽ മാത്രം മതി നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തി മനോഹരമായിട്ട് നിലനിൽക്കാനായിട്ട്. അപ്പം ഇന്ന് ഞാനീ പറഞ്ഞു തന്ന ഒരു 20-25 ടിപ്സോളം ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.